300 പടക്കുന്നില്ല. ഇപ്പൊ എന്താ സ്നേഹം ചെക്കനിക്ക്? അല്ല കാക്കേ, മോനിക്ക് നല്ല ആ പൈസയൊക്കെ പണി കിട്ടിയില്ലേ? നീ കാലും നീട്ടി വെച്ച് നല്ലോണം തിന്നാൻ പറ്റുമല്ലോ. ഇപ്പം പോകുമ്പോ ഞാൻ തിന്ന. ഞാൻ വിചാരിക്കലേ ഉണ്ടാവുള്ളൂ. അവരെ ഫോൺ അടിച്ചു നോക്കട്ടെ. അല്ല കാക്ക ഇപ്പാണ് വിളിച്ചേ? ഓള് വിളിച്ചാടാ. മോന് ലഞ്ച് എടുക്കാണ്ട് അവര് പോയേ. അപ്പൊ അതൊന്ന് കൊണ്ടു കൊടുക്കണം. ഇനി ഒരു കാര്യം ചെയ്യും, ചാവി അവിടെ വെച്ചാ. ആരെയാ കാണണ്ടേ? എന്റെ മോന് ഇവിടെ ജോലി ചെയ്യുന്നത്. എന്റെ മോന്റെ പേര് അജാസ്. മോനെ ഭക്ഷണം എടുക്കാണ്ട് വന്നോണ്ട് ഉമ്മ കൊടുത്തയച്ചതാ. ഭക്ഷണം തരാൻ വന്നു. ഓള് നോക്ക്, വീടാരുടെ ഡ്രസ്സിൽ ആളെ പറഞ്ഞിട്ട് ഒന്ന് പോയിത്തോ. അത് നമ്മളെ വീട്ടില് മീൻ കൊടുത്ത ആളടാ. ഞാൻ ഇന്ന് ലഞ്ച് എടുത്തിട്ടില്ല. അപ്പൊ വീട്ടിൽ നിന്ന് പറഞ്ഞാ എന്തെങ്കിലും ചിക്കൻ എന്തെങ്കിലും കിട്ടും കൊണ്ടുവന്നേ. അതിലേക്ക് 300. ചെമ്മീനോ? ചെമ്മീന് 150. ഇതൊക്കെ എത്രയാ? എനിക്ക് എന്താ വാണ്ടുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാത്തിനും വില ചോദിക്കുന്നു. വാണ്ടുന്ന സാധനം എടുത്താ പോരെ? ഇത് കണ്ട എന്റെ ഉപ്പയാ, ഒരു ഓട്ടോ ഡ്രൈവറാ. ഇതിപ്പോ എന്നെ അത്രയും കഷ്ടപ്പെട്ടിട്ട് വളർത്തി. കാര്യം കളിയും ചിരിവായിട്ട് നീ വെക്കണോ? എല്ലാത്തിനും ഞാൻ ശമ്പളം എണ്ണി തരുന്നത് നീ വെക്കോ? അതുകൊണ്ട് തന്നെ എന്റെ ഉപ്പ ഒരു ഓട്ടോ ഡ്രൈവറാന്ന് പറഞ്ഞാൽ എനിക്കൊരു കുറവില്ല. കാര്യം അറിയോ, ചില ആൾക്കാരുണ്ട് സ്വന്തം സ്റ്റാറ്റസിനും മാങ്ങാത്തൊലിക്കലും വേണ്ടിയിട്ട് സ്വന്തം ഉപ്പാനെ വരെ മാറ്റി പറയുന്ന ആൾക്കാർ. അവരോട് എനിക്ക് പുച്ഛാണ്. എന്താ പറ്റി നിങ്ങൾക്ക്? നിങ്ങൾ പറ. ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന സമാധാനം വേറെ എവിടുന്നും കിട്ടൂല. അതുകൊണ്ടാ ചോദിക്കുന്നത്. ഒന്നുമില്ലടാ. ആകെ ഞാൻ നിങ്ങൾ ഇന്നലെയും കാണുന്നില്ല. അതുകൊണ്ടാ ചോദിക്കുന്നത്. നിങ്ങൾ പറ. എടാ, നമ്മളെ മക്കള് വലുതാകുന്ന സമയത്ത് നമ്മൾ ഈ എടുക്കുന്ന തൊഴിലല്ലോ അവർക്ക് വലിയ കുറച്ചിലായിരിക്കും. ഞാൻ താഴെ പോയിട്ടില്ലടാ. അതെന്റെ ഉപ്പയടാ. നീ പറഞ്ഞ മനസ്സിലായ എന്റെ ഉപ്പാന് വില എന്താ? ചെറുതില് അവൻ ഉറങ്ങണമെങ്കിലേ എന്റെ കയ്യിൽ കിടന്നാലാ ഉറക്കം വരും. ഒന്ന് പുറത്തു പോകണമെങ്കിൽ പോലും അവർക്ക് ഞാൻ വേണമായിരുന്നു. അപ്പോ അവർക്ക് സ്വന്തം ഉപ്പയാന്ന് അംഗീകരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയല്ലോടാ.